ഗായ്സ്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അഭിഹിതത്തിനെ പറ്റിയിട്ട്. അതിലെനിക്ക് ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്സ്, പോസിറ്റീവ് കമൻറ്റ്സ് അങ്ങനെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അയച്ച എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് കുറേ പേര് കമൻറ്റിന് റിപ്ലൈ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ റിപ്ലൈ ഞാൻ കമൻറ്റിൽ കൂടെ ആർക്കും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് പറയാനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എനിക്ക് ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്, പോസിറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. പിന്നെ അതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് കുറേ പേര്, അവർക്ക് ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം കേട്ടോ. ഫസ്റ്റ് തന്നെ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞവരെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. എനിക്ക് ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്സും പോസിറ്റീവും വരുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തിട്ടത്. പിന്നെ കുറേ പേര് എന്നോട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റീച്ച് ആവാൻ വേണ്ടിയിട്ട്, ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് വന്ന് സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ വന്നത്. എനിക്കിങ്ങനെ ഒരു കാര്യം സംസാരിക്കണം തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ. അല്ലാതെ എനിക്ക് റീച്ച് ആവാനോ ഫേമസ് ആവാനോ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് മാത്രം. നിങ്ങളുടെ കമൻറ്റും ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടി എനിക്ക് കമൻറ്റ് ചെയ്യണമെന്ന് കൂടി ഞാൻ പറഞ്ഞിട്ടല്ലായിരുന്നു ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കൂടി ഒത്തിരി കമൻറ്റ്സിന് റിപ്ലൈ എനിക്ക് ആർക്കും കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഒത്തിരി നെഗറ്റീവ് കമൻറ്റ് വന്നതിൽ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ പ്രായത്തിനെ പറ്റിയിട്ട്. എന്താ പറയുക, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഇത്രയ്ക്ക് വർത്താനോ, അത്രയ്ക്ക് അറിവോ, അങ്ങനെ കുറേ കാര്യങ്ങൾ, അങ്ങനെ കുറേ കമൻറ്റുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി പറയാനായിട്ട് എനിക്കുണ്ട്. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം എനിക്കൊരു മകളുണ്ട്. ഞാൻ കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എൻ്റെ പ്രായത്തിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ പീഡനങ്ങൾ നടക്കുന്നുണ്ട്, ഒത്തിരി നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ വയസ്സും പ്രായവും നോക്കിയിട്ടാണ് കൊച്ചു പിള്ളേരെ പോലും ഇപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നത്. 6 മാസമുള്ള പിള്ളേരെ തൊട്ട് 5 വയസ്സുള്ളത് എത്ര കൊച്ചുങ്ങളെയാണ് ഈ നമ്മുടെ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത്. അത് പ്രായം നോക്കിയിട്ടാണോ? നിങ്ങളെൻ്റെ പ്രായത്തിനെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. എനിക്ക് ഈ ടോപ്പിക്കിനെ പറ്റി പറയാനായിട്ട് ഒരു മടിയില്ല കേട്ടോ. കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചത്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പ്രായത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരണമല്ലോ. ഞാൻ കമൻറ്റിൽ കൂടി ആർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്താ ഇത്രയ്ക്ക് വിവരം, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ്. എന്താ എനിക്ക് സംസാരിച്ചൂടെ? പ്രായമാണോ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന പീഡനങ്ങളെല്ലാം പ്രായത്തിനെ ചൊല്ലിയിട്ടാണല്ലോ. കൊച്ചു മക്കളെ വരെയാണ് പീഡിപ്പിക്കുന്നത്, അറിയാവോ? അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പ്രായത്തിന് വെച്ചിട്ട് എന്തിനാണ് പറയുന്നത്? എന്താ മുതിർന്ന ഒരു 60-50 വയസ്സുള്ളവർക്ക് മാത്രമേ അഭിഹിതത്തിനെ പറ്റി സംസാരിക്കാൻ പാടുള്ളൂ എന്നാണോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു മകളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എനിക്ക് ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്സ് വന്നതിൽ കൂടുതലായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ, പ്രായത്തിനെ ചൊല്ലിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സും പോസിറ്റീവ് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നെഗറ്റീവ് അയച്ചവർക്കും പോസിറ്റീവ് അയച്ചവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ കമൻറ്റിൽ കൂടി പറഞ്ഞതാണ്. ഞാൻ ആരെയും തെറ്റുകാരാക്കുന്ന തരത്തിലല്ല ആ വീഡിയോ ചെയ്തത്. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, പിന്നെ സ്ത്രീകളും പുരുഷന്മാരും തുല്യരായിട്ട് തെറ്റുകാർ തന്നെയാണെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നീട് എനിക്ക് വന്നിട്ടുള്ള ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ചേച്ചീൻ്റെ ഭർത്താവുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ അഭിഹിതത്തിനെ പറ്റി ഇങ്ങനെ സംസാരിക്കാനായിട്ട് വന്നതെന്ന് എന്നോട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യത്തില്ല, മനസ്സിലായോ? എനിക്ക് പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ ഭർത്താവ് എന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിന് കുറേ നെഗറ്റീവ് കമൻറ്റ് വന്നപ്പോൾ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നീട് എനിക്ക് ഒത്തിരി വൃത്തികേടായിട്ടുള്ള കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നിങ്ങൾക്കും മക്കളുണ്ടല്ലോ, എൻ്റെ പ്രായത്തിലുള്ള മക്കളൊക്കെ ഉള്ളവരായിരിക്കും എനിക്ക് കമൻറ്റ് ചെയ്തത്. ഇത്രയ്ക്ക് തറ മെസ്സേജുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. കാരണം അത്രയ്ക്കും വൃത്തിയായിട്ടുള്ള മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അഭിഹിതം എന്ന് പറയുന്ന സംഭവം അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ ആദ്യം തന്നെ എൻ്റെ പ്രായത്തിനെ പറ്റി കുറേ കളിയാക്കി പറഞ്ഞു. പിന്നീട് രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു, കുറേ വൃത്തിയായിട്ട് മെസ്സേജുകൾ വന്നു. ഞാൻ ഒത്തിരി റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അല്ല, നിങ്ങൾക്കും ഇതേപോലെയുള്ള മക്കളൊക്കെ ഇല്ലേ? എന്നിട്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും കമൻറ്റ്സ് തന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഞാൻ അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്രേ പറയാനുള്ളൂ.
അപ്പോൾ ശരി, എൻ്റെ ചാനൽ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.